ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ താറാവ് കറിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ പാന് വെച്ചിട്ട് പാനിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ പൊടി നമുക്ക് നേരിട്ട് താറാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വിനാഗിരിയും കൂടി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തത് പിന്നീട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നേരിട്ട് താറാവിൻ്റെ ഈ കൂട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് വിസിലടുപ്പിച്ച് മാറ്റി വയ്ക്കുക. പിന്നീട് അത് കാച്ചണ പരിപാടിയാണ്. കാച്ചണേനെ നമ്മൾ ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായി മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലതായിട്ട് കറുത്ത് വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ താറാവിൻ്റെ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ മുളകും മല്ലിയൊന്നും ഇടണ്ട, കാരണം അതൊക്കെ നമ്മൾ ചേർത്തതാണല്ലോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. എന്തോരം എരിവ് വേണം അതിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ അതിൽ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മലയാളിയും കൂടി മുകളിൽക്കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ താറാവ് കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് പൊറോട്ടയുടെ കൂടിയാണ് കഴിച്ച് നോക്കിയത്. അപ്പോൾ താറാവ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബായ്.